ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പ്ലോറിംഗ് ഓസ്ട്രേലിയ. നമുക്കറിയാം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു കൺട്രിയുമാണ്, അതുപോലെ തന്നെ ഒരു കോണ്ടിനെന്റുമാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സദേൺ ഹെമിസ്ഫിയറിലാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും പസഫിക് സമുദ്രത്തിൻ്റെയും നടുവിലായിട്ടാണ് ഈ ഓസ്ട്രേലിയ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഓസ്ട്രേലിയയുടെ മെയിൻ 8 ഡിവിഷൻസ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഓസ്ട്രേലിയക്ക് 6 സ്റ്റേറ്റ്സും 2 ടെറിട്ടറീസും ആണ് ഉള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്ലേസ് കാണുമ്പോൾ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ ഇന്ന സ്ഥലത്താണ് യൂണിവേഴ്സിറ്റി എന്ന് കാണുമ്പോൾ നമുക്ക് ആ ലൊക്കേഷൻ എക്സാക്റ്റ് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഓസ്ട്രേലിയയെ കൂടുതൽ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ സ്റ്റേറ്റ്സ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്റ്റേറ്റ്സും ഞാൻ പറഞ്ഞു 6 നമുക്കുള്ളത്. ഫസ്റ്റ് ന്യൂ സൗത്ത് വെയിൽസ്. അപ്പം ന്യൂ സൗത്ത് വെയിൽസ് NSW എന്നറിയപ്പെടും. അപ്പം ന്യൂ സൗത്ത് വെയിൽസിൻ്റെ മേജർ റീജിയൻസ് എല്ലാം ഞാൻ ഒരു സ്ലൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ മെയിൻ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് സിഡ്നിയാണ്. അത്ര അറിഞ്ഞിരിക്കാം. പിന്നെ സെക്കൻഡ് വരുന്ന വിക്ടോറിയ, അതിന് VIC എന്ന് ഷോർട്ടായിട്ട് പറയാം. അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി വരുന്ന മെൽബൺ ആണ്. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ റീജിയനൊക്കെ വരുന്ന ഒരു മാപ്പ്. നെക്സ്റ്റ് വരുന്ന ക്യൂൻസ്ലാൻഡ് QLD, അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി വരുന്ന ബ്രിസ്ബെയിൻ ആണ്. ഇതാണ് ബ്രിസ്ബെയിനിൽ വരുന്ന എന്ന് വെച്ചാൽ ക്യൂൻസ്ലാൻഡ് വരുന്ന റീജിയൻസ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ഫോർത്ത് ആണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ, അതെന്ന് പറഞ്ഞാൽ WA, അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി വരുന്നത് പെർത്താണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് അത് സദേൺ ഓസ്ട്രേലിയ, SA ഷോർട്ടായിട്ട് പറയും. അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി വരുന്ന അഡിലേഡ് ആണ്. നെക്സ്റ്റ് വരുന്ന സിക്സ്ത്ത് അത് ടസ്മാനിയ, TAS എന്ന് ഷോർട്ടായിട്ട് പറയും. അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി വരുന്ന ഹൊബാർട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏരിയാസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏരിയാസ്, ആ ലൊക്കേഷൻ ഈ ഏത് പ്ലേസിലാണെന്നുള്ളത് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് തീർന്നിട്ടില്ല, ഇനി 2 ടെറിട്ടറീസും കൂടി ഉണ്ട്. ഫസ്റ്റ് വൺ ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി, അതിന് നമ്മൾ ACT എന്ന് പറയും. ഇതിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത് കാൻബറയാണ്. നെക്സ്റ്റ് വരുന്നത് നോർത്തേൺ ടെറിട്ടറി, അതിന് NT എന്ന് പറയും. അതിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത് ഡാർവിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏതൊക്കെയാണ് നമ്മുടെ 6 സ്റ്റേറ്റ്സും 2 ടെറിട്ടറീസും. ടോട്ടൽ നമുക്ക് 8 മെയിൻ ഡിവിഷൻസ് ആണ് ഉള്ളത്. സോ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ റീജിയനിലേക്കാണ് പോകുന്നത്, നോൺ റീജിയണൽ ഏരിയസിലേക്കാണോ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മാപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കളർ വ്യത്യാസം വെച്ചിട്ട് ഏതാണ് റീജിയണൽ ഏരിയ ഏതാണ് നോൺ റീജിയണൽ ഏരിയ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് പറഞ്ഞു തരുവാണെങ്കിൽ, ഇപ്പോൾ ന്യൂ സൗത്ത് വെയിൽസ് എടുക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും ന്യൂ സൗത്ത് വെയിൽസ്, ന്യൂ കാസ്റ്റിൽ, വുള്ളോങ്കോങ്, കോഫ്സ് ഹാർബർ, പിന്നെ ബാക്കിയുള്ള റൂറൽ ടൗൺസ്, ഇതൊക്കെയാണ് നമ്മൾ റീജിയണൽ ഏരിയ ആയിട്ട് പറയുന്നത്. ഈ റീജിയണൽ ഏരിയയുടെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി ഒരു സ്റ്റഡി നടത്തുവാണെങ്കിലും അല്ലെങ്കിൽ അവിടെ താമസിക്കുകയാണെങ്കിലും നമുക്ക് PR-ന് എക്സ്ട്രാ പോയിന്റ് കിട്ടും. എന്ന് വെച്ചാൽ ഒന്നും കൂടെ പ്രയോറിറ്റിയാണ്. നെക്സ്റ്റ് വരുന്ന നമ്മുടെ വിക്ടോറിയ എന്ന് വെച്ചാൽ വിക്ടോറിയ, അവിടെ നമുക്ക് റീജിയണൽ ഏരിയ ആയിട്ട് വരുന്ന ഗീലോങ്, ബലറാട്ട്, ബെൻഡിഗോ, ഇതാണ് റീജിയണൽ ഏരിയ. നെക്സ്റ്റ് വരുന്ന ക്യൂൻസ്ലാൻഡ്, അവിടുത്തെ മെയിൻ റീജിയണൽ ഏരിയ എന്ന് പറയുന്നത് ഗോൾഡ് കോസ്റ്റ്, കെയ്റിൻസ്, ടൗൺസ്വിൽ. പിന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയ, അവിടെ ഒരു 2019 തൊട്ട് പെർത്ത് റീജിയണൽ ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന സൗത്ത് ഓസ്ട്രേലിയ, അവിടെ മുഴുവൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അഡിലേഡ് ഉൾപ്പെടെ ഫുൾ സ്റ്റേറ്റ് നമ്മൾ റീജിയണൽ ഏരിയ ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടസ്മാനിയ, അതും എൻറ്റയർ സ്റ്റേറ്റ് നമ്മൾ റീജിയണൽ ഏരിയ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന 2 ടെറിട്ടറീസ്, അത് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി, അതുപോലെ തന്നെ നോർത്തേൺ ടെറിട്ടറി. ഇത് രണ്ടും നമ്മൾ റീജിയണൽ ഏരിയ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി റീജിയണൽ ഏരിയ. സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ആ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഏത് സ്റ്റേറ്റിൻ്റെ കീഴിലാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ നീ സെലക്ട് ചെയ്ത്, അങ്ങനെ ഒരു ചോദ്യം വന്നു. നമുക്കറിയാം മെയിൻലി നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് അറിയാലോ മണി ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്നുള്ള മെയിൻ ലക്ഷ്യമുണ്ടല്ലോ. അപ്പം തന്നെ നമുക്ക് ഇവിടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ്, നല്ല ലൈഫ് സ്റ്റൈലാണ്, ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ എന്ന് പറയുമ്പോൾ. ഇപ്പം ഞാൻ മെയിൻലി താമസിക്കുന്നത് സിഡ്നിയിലാണ്. അപ്പോൾ സിഡ്നി എന്ന് പറഞ്ഞാൽ കുറേ ഫാസ്റ്റ് ഫോർവേഡ്, ടെക്നോളജിക്കലി നല്ലതായിട്ട് അഡ്വാൻസ്ഡാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ അത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.